PV അൻവറിനെതിരെ CPIM മലപ്പുറത്ത് പ്രതിഷേധം വ്യാപിപ്പിക്കും. ജില്ലയിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പ്രതിഷേധമുണ്ടാകും. വൈകുന്നേരം 5:30 പ്രതിഷേധം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് എടക്കരയിൽ നിന്നും സമീർ ബിൻ കരീം നിലമ്പൂരിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, പൂർണ്ണമായി സ്വതന്ത്രനായിരിക്കുന്നു, ഇനി തീപ്പന്തമായി മാറും എന്നാണ് അൻവറിൻ്റെ പ്രതികരണം. എല്ലാ മണ്ഡലങ്ങളിലും ഇറങ്ങി ഒരു ജീപ്പും എടുത്തത് പ്രചാരണത്തിന് ഇറങ്ങാൻ പോകുന്നു എന്നാണ് അൻവറിൻ്റെ പരാമർശം. CPIM ജാഗ്രതയോടുകൂടി തന്നെ അതിനെ കാണുന്നുണ്ട്, പ്രതിരോധം ശക്തമാക്കുന്നുണ്ട്. വിവരങ്ങൾ എന്താണ് സുർജിത്ത്? ഞാൻ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് എടക്കര CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസാണ്. EMS സ്മാരക മന്ദിരത്തിന്റെ തൊട്ടടുത്താണ്. ഇവിടെ ധാരാളം പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇത് PV അൻവറിനെതിരായിട്ടുള്ള തുടക്കം എന്നുള്ള നിലയിൽ ഒരു ശക്തി പ്രകടനം തന്നെയാണ് CPIM ഇതിനെ കണക്കുകൂട്ടുന്നത്. അതിന്റെ ഭാഗമായാണ് ഒരു ബഹുജന പങ്കാളിത്തോടു കൂടിയുള്ള ഒരു പ്രകടനം. ആ പ്രകടനത്തിലേക്ക് നീങ്ങാനുള്ള ഒരു ഇടപെടലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, മലപ്പുറം ജില്ലയുടെ ഉൾപ്പെടെ മറ്റ് മേഖലകളിലും സമാനമായ രീതിയിൽ ശക്തമായ രീതിയിലുള്ള പ്രകടനം, പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇന്ന് MV ഗോവിന്ദ മാസ്റ്റർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം വ്യാപിപ്പിക്കുക എന്നുള്ള തരത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്. ധാരാളം പാർട്ടി അനുഭാവികളും അതോടൊപ്പം തന്നെ പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ, വിവിധ വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഇവിടെ മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഇത്തരം പ്രകടനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പരമാവധി ഈ PV അൻവർ ഒരു വിശദീകരണ യോഗം ഉൾപ്പെടെ വിളിച്ച സാഹചര്യത്തിൽ പരമാവധി ഈ പാർട്ടിയുടെ അംഗബലം കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള രവീന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ഒരു ശക്തി പ്രകടനം എന്നുള്ള തരത്തിലാണോ പാർട്ടി ഇതിനെ കണക്കുകൂട്ടുന്നത്? എന്താണ്? ഞങ്ങൾ ഇതൊരു പ്രതിഷേധ പ്രകടനമാണ്. ഈ അൻവർ എടുക്കുന്ന നിലപാടിന് എതിരായിട്ടുള്ള പ്രകടനമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രാദേശികമായിട്ട് അൻവറുമായിട്ട് സംസാരിച്ചതാണോ ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഇതിലേക്ക് യുദ്ധസമാനമായ രീതിയിലേക്ക് പോകരുതെന്നുള്ള? അതൊക്കെ അദ്ദേഹമായിട്ട് സംസാരിച്ചതാണ്. 2-3 തവണ നിലമ്പൂർ എടക്കര പാർട്ടി ഏരിയ സെക്രട്ടറിമാർ സംസാരിച്ചിട്ടുണ്ട്. പാർട്ടി ജില്ലാ ലീഡർഷിപ്പുകളോട് സംസാരിച്ചിട്ടുണ്ട്. സംസ്ഥാന ലീഡർഷിപ്പുകളോട് സംസാരിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് പാർട്ടി നിർദ്ദേശപ്രകാരം പാർട്ടിയുടെ സമ്മതത്തോടുകൂടി നിലമ്പൂർ എടക്കര ഏരിയ സെക്രട്ടറിമാർ ഇന്നലെ അദ്ദേഹത്തോട് പോയി സംസാരിച്ചത്. ഈ ഉയർത്തിയ വിഷയങ്ങളെ സംബന്ധിച്ച് പാർട്ടി പരിശോധിക്കേണ്ട പാർട്ടി പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് പരിശോധിക്കുന്ന കൃത്യമായി ഉറപ്പ് കൊടുത്തതാണ്. 5-ാം തീയതി വരെ അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും നീക്കരുത് എന്ന് 2 ഏരിയ സെക്രട്ടറിമാരെ അഭ്യർത്ഥിച്ചാണ്. അതിനെ മറികടന്നുകൊണ്ടും അത് ധിക്കരിച്ചും കൊണ്ടാണ് ഇദ്ദേഹം ഇന്നലെ എടുത്ത പത്രസമ്മേളനം. ഇത് എന്ന് പറയുന്നത് പാർട്ടീനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇന്നലെയും കുറച്ച് ദിവസങ്ങളായിട്ട് PV അൻവർ നടന്ന പത്രസമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ ആ തരത്തിൽ തന്നെ പാർട്ടി നേരിടും എന്നാണ് PV അൻവറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി, ഈ കൂടുതൽ അനുഭാവികളും പാർട്ടി അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ അൻവർ വിശദീകരണ യോഗം ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യത എവിടെയുണ്ട്? CPIMന്റെ ഒരു പാർട്ടി അംഗം അൻവർ വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത്തരത്തിലുള്ള പ്രവർത്തനം ഞങ്ങൾ നീക്കി പോകുന്നുണ്ട്. അൻവറിനെ സംബന്ധിച്ച് അൻവർ വന്നത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ പാർട്ടി ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ അൻവറിന് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അൻവറിൻ്റെ പൊതുയോഗത്തിലോ അൻവറിന് നടക്കുന്ന മറ്റു പരിപാടികളോ എടക്കര മേഖലയിൽ ഒരു പാർട്ടി അംഗം പങ്കെടുക്കാതിരിക്കാനുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തും. പാർട്ടി അനുഭാവികൾ പങ്കെടുക്കുന്നതിന് അവരെ നിരുത്സാഹപ്പെടുത്താനുള്ള ഇടപെടൽ ഞങ്ങൾ ഭാഗത്തുണ്ടാവും എന്ന് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇതാണ് ഇവരെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം തന്നെ ഇതാണ്. ഈ മണ്ഡലത്തിൽ 2 ഏരിയ കമ്മിറ്റികളാണുള്ളത്. ഒന്ന് നിലമ്പൂർ ഏരിയ കമ്മിറ്റിയും മറ്റൊന്ന് ഈ എടക്കര ഏരിയ കമ്മിറ്റിയും. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ മറ്റ് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നത് ഈ ഏരിയ കമ്മിറ്റികളാണ്. ഇവിടെയെല്ലാം തന്നെ വളരെ സജീവമായ രീതിയിലുള്ള സംഘടനാ സംവിധാനം CPIMനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ പാർട്ടി അംഗം പോലും അല്ലെങ്കിൽ പാർട്ടി അനുഭാവി പോലും PV അൻവറിൻ്റെ പക്ഷത്തേക്ക് മാറരുത് എന്നുള്ള തരത്തിലുള്ള നിലപാടിൽ തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടി ഇങ്ങനെ ഒരു പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 2016 അൻവർ ആദ്യം മത്സരിക്കാൻ എത്തിയ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, വിമർശനം എല്ലാം തന്നെ ഉയർന്നു വന്ന ഒരു ഘടകം കൂടിയാണ് ഈ എടക്കര ഉൾപ്പെടെയുള്ള ഘടകം. ഇവിടെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത്.